ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ദേവയാനിയും ജയനെയും ആദ്യം കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അച്ഛൻ്റെ വാശിക്ക് മുന്നിൽ നമുക്ക് അടിയറവ് പറയേണ്ടി വന്നില്ലല്ലോ എന്നിങ്ങനെ ദേവയാനിയും ജയനും സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നമ്മുടെ മരുമകൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചേട്ടൻ അറിയാവോ എന്ന് ദേവയാനി ചോദിച്ചു. അതൊക്കെ എന്താ അച്ഛൻ മനസ്സിലാക്കാത്ത ചേട്ടാന്ന് ചോദിക്കുമ്പം അനി അങ്ങോട്ടേക്ക് വന്നു. അതുതന്നെ എൻ്റെയും ചോദ്യം എന്നും പറഞ്ഞു. അനിയൊന്നും അറിയാത്ത പോലെ നിന്ന് ഇവരുടെ മുന്നിൽ അഭിനയിക്കുക. ഇനിയെങ്കിലും മുത്തശ്ശന് ഏട്ടനോടും ഏട്ടത്തിയോടും ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നും അനി ഇങ്ങനെ ചോദിക്കുന്നേ. അപ്പോൾ അതെ, ഞങ്ങൾക്കത് അച്ഛനോട് പോയി ചോദിക്കാൻ ചില പരിമിതികളുണ്ട് മോനെ, നിനക്ക് ചോദിച്ചൂടെ എന്ന് ദേവയാനി ചോദിക്കുവാണ്. ആദർശ് ഞങ്ങളുടെ മോനായതുകൊണ്ട് അവനെ തിരിച്ചു വിളിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് അച്ഛൻ വിചാരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ നിനക്ക് നിൻ്റെ ഏട്ടനും ഏട്ടത്തെയും മടങ്ങി വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നീ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയച്ഛനോട് അറിയാമല്ലോ, എടുത്താൽ പോകാത്ത ഭാരമാണ് ഞാനിപ്പോൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, എനിക്കൊന്ന് ഫ്രീ ആകണമെന്ന് അനി ഇങ്ങനെ പറയുവാണ്. പക്ഷേ നീ വന്നതിന് ശേഷം കമ്പനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ദേവയാനി പറയുമ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ വല്ലമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അനി അന്നേരം ചോദിച്ചു. ഈ വിജയങ്ങൾക്ക് പിന്നിൽ എൻ്റെ ഒരു മിടുക്കും ഇല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ ആദർശേട്ടനല്ലേ കണ്ടെത്തിയതെന്നും ചോദിച്ചു. പിന്നെ അതിന് ആരെങ്കിലും ഏട്ടനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദു മാത്രമാണെന്ന കാര്യവും അനി പറയുക കേട്ടോ. അപ്പം ന്യായമായിട്ടും ആദർശം നയനയും ഇങ്ങോട്ട് മടങ്ങി വരേണ്ട സമയമൊക്കെ കഴിഞ്ഞതാ. പിന്നെ നിനക്കറിയാവല്ലോ മോനെ, ഈ ഒരു തറവാട്ടിൽ അച്ഛന് മുകളിൽ ആരും ഒന്നും പറയാറില്ല എന്ന്. അപ്പം ഇനിയൊന്നും അല്ലാത്ത പോലെ നിൽക്കുവാണ്. അപ്പോൾ പിന്നെ നിൻ്റെ അമ്മയ്ക്ക് ആദർശം ഇങ്ങോട്ട് മടങ്ങി വരരുതെന്നുള്ളതാണ് ആഗ്രഹമെന്ന് പറയുമ്പോൾ അമ്മയുടെ സ്വഭാവം അത് വലിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ അച്ഛനും അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ. ഏട്ടനും ഏട്ടത്തെയും മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആൾ തന്നെ അച്ഛനും. അപ്പം നിൻ്റെ അച്ഛനും എനിക്കുമൊക്കെ അങ്ങനെ ചിന്തിക്കാനേ കഴിയുള്ളൂ മോനെ. ഞങ്ങളെന്നും ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. മുത്തശ്ശനോട് ഞാൻ കാര്യം പറയാൻ പോവുകയാണെന്ന് അനി അന്നേരം പറഞ്ഞു. അതും പറഞ്ഞ് അനി മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ദേവയാനിയും ജയനും അവൻ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് നിൽക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനും അനിയനും തമ്മിൽ ഇതുപോലൊരു സ്നേഹമുള്ളതൊക്കെ നല്ലതാണെന്ന് ജയൻ അന്നേരം പറയുക. അങ്ങനെ ജാനകിയെ പോലെ അനിയും ചിന്തിച്ചിരുന്നെങ്കിൽ കിട്ടിയ അവസരം അവൻ മുതലാക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു. അവൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ജയേട്ട. ആദർശനെ പോലെ അവനെ ഞാൻ തന്നെയല്ലേ വളർത്തി കൊണ്ടുവന്നതെന്നും ദേവയാനി പറഞ്ഞു. ഓരോന്ന് എല്ലാവർക്കും വെച്ച് വിളമ്പുമ്പോൾ അമ്മയാകാൻ പോകുന്ന എൻ്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമേ എനിക്കും ഉണ്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. 7-ാം മാസം ചടങ്ങ് കഴിയുമ്പോൾ പിന്നെ പ്രസവം വരെ മോളുടെ വീട്ടിലായിരിക്കില്ലേ. ആകെ കൂടി മോള് ശരിക്കും നോക്കാൻ പറ്റിയത് 1-2 മാസം മാത്രമാണെന്നും ദേവയാനി സങ്കടത്തോടു കൂടി ജയനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ജയനപ്പോൾ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നു. താൻ ഇന്ന് പതിവിലും സന്തോഷവതിയാണല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം എന്നെ മാത്രം എന്തിനാ പറയുന്നത്, ഇദ്ദേഹത്തിന് എന്താ സന്തോഷം ഇല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സന്തോഷം കണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പെട്ടെന്ന് ചിരിയൊക്കെ അങ്ങ് മായച്ച് ഇച്ചിരി ഗൗരവഭാവത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുക. ആ സമയം എന്താടാ മോനെ, നീ എന്താ വന്നേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ന്യായമുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശൻ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അതിനിപ്പോൾ നീ എന്തിനായാ പറഞ്ഞത് എന്ന് ചോദിച്ചു മുത്തശ്ശനെ. അത് പിന്നെ എന്താടാ മോനെ, നീ നിന്നങ്ങ് പരിങ്ങണേ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞുകൂടെ നിനക്ക്. അത് പിന്നെ ആദർശേട്ടനാണല്ലോ നമ്മുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് നീ ഒരുപാട് തവണ പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ ഇപ്പം പറയാൻ. നീ നിൻ്റെ വില മനഃപൂർവ്വം കുറച്ച് കാണുകയാണല്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശി. ഉറപ്പായും ആദർശേട്ടൻ നയനെടുത്തേം തിരിച്ചു വരണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെനിക്ക് തോന്നാത്തിടത്തോളം കാലം അവർ വരില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നോക്ക്, മുത്തശ്ശന് ആദർശേട്ടനോടുള്ള സ്നേഹവും നയനടുത്തിയോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്നും എന്നിട്ടും പിന്നെ എന്തിനാ മുത്തശ്ശൻ ഇങ്ങനെ വാശി കാണിക്കുന്നതെന്ന് അനി ചോദിക്കുമ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്, ആ സമയത്ത് നടക്കേണ്ടത് നടക്കുമെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. ഇവന് MD സ്ഥാനം ഒഴിഞ്ഞ് പരം നടക്കണമായിരിക്കും, അതല്ലേടാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഏട്ടൻ MD സ്ഥാനം ഏറ്റെടുത്താലും എന്നെ ഫ്രീ ആക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പം MD ആയി വന്നതിന് ശേഷം നീ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കമ്പനിക്ക് ഒരു താഴ്ചയും ഉണ്ടായിട്ടില്ല, ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. നിൻ്റെ ഏട്ടനും അതേപ്പറ്റിയൊക്കെ നല്ല ബോധമുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തൽക്കാലം നിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശൻ്റെ മനസ്സിൽ എന്താണെന്ന് മുത്തശ്ശിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നും അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞു അനി.
പക്ഷേ ആദർശേട്ടനും നയനേട്ടനും തിരിച്ചു വരാത്തതിൽ വലിയച്ഛനും വലിയമ്മയ്ക്കും നല്ല വിഷമമുണ്ടെന്ന കാര്യം അനി പറയാം. പിന്നെ മുത്തശ്ശനെ പേടിച്ചിട്ട് അവരാരും ഒന്നും പറയാത്തത് എന്ന് വെച്ചാൽ നിനക്ക് എന്നെ പേടിയില്ല എന്നർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഇപ്പം നീ ഇവിടെ വന്നൊരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ വെക്കില്ലല്ലോ. വെക്കോ? നീ പോവാൻ നോക്ക്, ചെല്ല് എന്നും പറഞ്ഞ് മുത്തശ്ശൻ. അല്ല മുത്തശ്ശ, അത് നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? പോ എന്നും പറഞ്ഞ് മുത്തശ്ശി അനിയെ ഓടിച്ചു വിട്ടു. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര ചിരി, രണ്ടുപേരും കൂടെ ചിരിച്ചു ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നാഗേന്ദ്രനെ ആട്ടോ. ഞാനുമായിട്ട് മോൾക്ക് അടുപ്പമുണ്ടെന്ന് ആർക്കും അറിയില്ല, അതുകൊണ്ട് അനിയാണ് ഇനി അടുത്ത ലക്ഷ്യമെന്ന് നാഗേന്ദ്രൻ അവന്തികയോട് പറയുക. അപ്പോൾ AN ജ്വല്ലറി അച്ഛൻ്റെ ആണെന്ന് അറിഞ്ഞിട്ടും എന്നെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് അഭി അന്നേരം നാഗേന്ദ്രനോട് പറയുക. എന്നെ മാനേജറാക്കിയത് അച്ഛനാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുമുണ്ട്. പിന്നെ മുത്തശ്ശൻ അതിനെപ്പറ്റി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് അഭി പറയുമ്പം അയാളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയാണ്. അയാൾ എൻ്റെ കരണത്തടിച്ചതിൻ്റെ വേദനയെ ഇതുവരെ മാറിയിട്ടില്ല എന്ന് നാഗേന്ദ്രൻ പറയുക. അതിനേക്കാളും വലിയ വേദനയാണ് നിങ്ങളുടെ അമ്മ എൻ്റെ മനസ്സിനുണ്ടാക്കിയതെന്ന് നാഗേന്ദ്രൻ. അതെന്താണെന്ന് അച്ഛൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, അതൊക്കെ പറഞ്ഞാലേ എൻ്റെ രക്തം തിളയ്ക്കും മോളെ, അതുകൊണ്ട് തൽക്കാലം അന്ന് നടന്നതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് നാഗേന്ദ്രൻ മക്കളോട് പറഞ്ഞു. അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് അനിയുമായിട്ടുള്ള റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ നോക്കാനും പറഞ്ഞു. ഇപ്പോഴും അവൻ തന്നെയാണ് മൂർത്തി ജ്വല്ലറിയുടെ MD. ആ സ്ഥാനത്തേക്ക് ആദർശ് വന്നിട്ടില്ല എന്ന് പറയുമ്പം ഇനി വരുമോ അച്ഛാ എന്ന് അവന്തികയുടെ വകയൊരു ഡയലോഗ്. അപ്പം അതിനുള്ള സാധ്യത ഇല്ലടി എന്ന് അഭി. വിജയിച്ചവൻ ബിസിനസ്സിൽ തുടരണമെന്നാണ് മുത്തശ്ശൻ പറയുന്നതെന്നും അനി MD ആയതിനു ശേഷം മൂർത്തി ജ്വല്ലറി വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യവും പറയാം. അതുകൊണ്ട് ഇനി എൻ്റെ അമ്മാവന്മാരെ പോലെ ആദർശ് തിരിച്ചു വന്നാലും അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമേ ആയിരിക്കത്തുള്ളൂ എന്ന കാര്യം ഈ അഭി പറയുന്നു. അതിന് മുകളിലൊരു അധികാരം ആദർശിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിവൻ പറഞ്ഞത് ശരിയാ മോളെ എന്ന് നാഗേന്ദ്രൻ. അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണം കേട്ടോ, മൂർത്തി തന്ത്രങ്ങൾ അറിയാവുന്നവനാണെന്ന്. അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ആദർശ തിരികെ വരാതിരുന്നാൽ അത് നമുക്ക് നല്ലത് തന്നെയാണെന്നും പറഞ്ഞു. ഇവരിങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, അനന്തമൂർത്തിയെക്കാളും ബിസിനസ്സിൽ മിടുക്കനാണ് ആദർശ്. അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മയാണല്ലോ വിളിക്കുന്നതെന്നും പറഞ്ഞ് ഇന്ന് തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നു, ഇനി എത്തിയോന്ന് അറിയില്ല എന്നും പറഞ്ഞു. ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്തിക പറയാം. അപ്പോൾ കട്ട് ചെയ്യാൻ പറഞ്ഞു നാഗേന്ദ്രൻ. അവൾ വരികയോ വരാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന്. എൻ്റെ മുന്നിൽ വെച്ച് അവളുമായിട്ട് നിങ്ങൾ സംസാരിക്കരുതെന്നും നാഗേന്ദ്രൻ അവന്തികയോട് പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അച്ഛനും മക്കളും കൂടി അടുത്ത പ്ലാനും ഒരുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഭയങ്കര ഒരുക്കവും തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അനന്തപുരിയിൽ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഓടി നടന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ ദേവേ. സ്വന്തം അച്ഛനെ ഇതുവരെ ഏട്ടന് മനസ്സിലായിട്ടില്ലേ എന്ന് ജാനകിയുടെ വകയൊരു ചോദ്യം ജയനോട്. വലിയ വലിയ വിജയങ്ങളാണ് ഇപ്പോൾ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്, അതിന് അച്ഛൻ ഇന്ന് കേക്ക് മുറിക്കുമെന്ന് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നവ്യ ഇത് കേട്ടുകൊണ്ട് വരുവാണ്. അപ്പോൾ അവന്തിക എല്ലാം അനിയേട്ടൻ്റെ ഭാഗ്യം എന്നും പറഞ്ഞ് അവന്തിക. അപ്പോൾ അത് പിന്നെ പറയണോ, അവൻ്റെ ജാതകത്തിലെ ഗജകേസരി യോഗം ഉണ്ട് എന്ന് ജാനകിയുടെ വക ഡയലോഗ്. അപ്പോൾ അത് നിൻ്റെ ജാതകത്തിലും കാണും, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിലെ മരുമകളാകാൻ പറ്റത്തില്ലല്ലോ എന്ന് അജയൻ അന്നേരം പറയാട്ടോ. ഇതൊക്കെ കേട്ട് നവ്യ ഇറങ്ങി വന്നിട്ട് വലിയ കാര്യമൊന്നും നിൽക്കാം. അപ്പം നീ എന്താണെന്നും ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുന്നത്? അച്ഛൻ വീട് ഒരുക്കാൻ പറഞ്ഞതല്ലേ, അപ്പം നിനക്കും സഹകരിച്ചുകൂടെ എന്ന് ദേവയാനി ചോദിച്ചു. ഓ, എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അമ്മായി, പിന്നെ ഞാനെന്തിനാ അതിനകത്ത് സഹകരിക്കുന്നത്, എൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അവളും അവളുടെ ഭർത്താവും കൂടി AN ജ്വല്ലറിയെ സഹായിക്കാൻ പോയതാ. ഇപ്പം എന്തായടി, നിൻ്റെയൊക്കെ സ്ഥാപനം തകർന്നില്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ തകർന്നിട്ടൊന്നുമില്ല, കുറച്ച് താഴോട്ട് പോയി, അത്രേ ഉള്ളൂ എന്ന് നവ്യ അന്നേരം ഇവരോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക കേട്ടോ. മുത്തശ്ശിയും മുത്തശ്ശനും പിന്നാലെ ഇറങ്ങി വന്നു. അപ്പോൾ ഇവരിറങ്ങി വന്നപ്പോൾ വീടൊക്കെ ഒരുക്കി നല്ല ഭംഗിയായിട്ട് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അവർക്കങ്ങ് ഇഷ്ടമാവുകയും ചെയ്തു. ആ സമയത്ത് അച്ഛനും അമ്മയും കൂടെ എവിടെ പോവാന്ന് ചോദിച്ചു. ഞങ്ങൾ കുടുംബക്ഷേത്രം വരെ ഒന്ന് പോവുകയാണെന്ന് മുത്തശ്ശൻ അന്നേരം പറയാം. നല്ലത് നടക്കുമ്പോൾ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തണമെന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ എന്ന് ചോദിച്ചു. അല്ല, നിൻ്റെ മോനെവിടെ? അതെനിക്കറിയത്തില്ല അച്ഛാ, എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയെന്നാണ് തോന്നുന്നത് എന്ന് ജാനകി പറഞ്ഞു. ഇന്നത്തെ ആഘോഷം എന്താന്ന് പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. അതൊക്കെ ആഘോഷം നടക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി എന്ന് മുത്തശ്ശൻ പറഞ്ഞു അവന്തികയോട്. എന്തായാലും അച്ഛൻ്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നത് ഇപ്പോഴാണെന്ന് ജാനകി പറയുമ്പം അപ്പം മഴ മാറിയിട്ട് വെയിലടിച്ചത് കൊണ്ടായിരിക്കുമെന്ന് മുത്തശ്ശൻ. വസുന്ധരേ താൻ വാടോ എന്നും പറഞ്ഞിങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വണ്ടിയിൽ
പൂമാലയൊക്കെ വെച്ച് കെട്ടി ഇതേ വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ജലജ ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയതാ. അപ്പോൾ ജലജയെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരുടെ മുഖം അങ്ങ് വാടി. ഊരുചുറ്റിലൊക്കെ കഴിഞ്ഞ് ഒരുത്തി വരുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. വലിയ ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ചേച്ചി അകത്തേക്ക് കയറി വരുക കേട്ടോ. അപ്പോൾ കയറി വന്നപ്പോൾ ഇവിടെ ഭയങ്കര അലങ്കാരവും കാര്യങ്ങളൊക്കെ. പൂർവ്വ വിദ്യാർത്ഥി സംഗമമെന്നും പറഞ്ഞ് നീ പോയതായിരുന്നില്ലേ, അവിടെ പോയിട്ട് പരദൂഷണം പറഞ്ഞ് നീ മടുത്ത് കാണുമല്ലോടി എന്ന് പറയുമ്പം പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോഴേ മനസ്സിനൊരു ആശ്വാസം വെച്ചാ എന്ന് ജലജ പറയണം. എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ അമ്മ. അപ്പോൾ അല്ല, ഇവിടെ എന്താ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്നത്, ഇന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഫംഗ്ഷനൊന്നും ഇല്ല എന്ന് മുത്തശ്ശി. അപ്പോൾ എന്ന് പറഞ്ഞോടാ, ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞു, ഞാൻ അവൻ്റെ കരണത്തു അടിച്ചു എന്ന് പറഞ്ഞപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലജ. ഒന്നും മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കൽ ഈ വീട്ടിൽ നിന്ന് തല്ലുകൊണ്ട് പോയവൻ വീണ്ടും എൻ്റെ തല്ലുകൊള്ളാൻ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരുടെ കാര്യം അച്ഛനീ പറയുന്നേ എന്ന് ജലജ ചോദിക്കുമ്പം നിൻ്റെ കുട്ടികളുടെ അച്ഛൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്, നാഗേന്ദ്രൻ്റെ. അത് കേട്ടപ്പോഴത്തേക്കും ജലജ കണ്ണ് തള്ളിപ്പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ജലജയെ നോക്കുവാണ് അവന്തിക, അമ്മയുടെ ആ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അയാളെന്താ ഇവിടെ? അയാളാ AN ജ്വല്ലറിയുടെ മുതലാളിയെന്ന് പറയുമ്പോഴത്തേക്കും ജലജ കണ്ണുന്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെയാണ് നവ്യയും അതുപോലെ ഈ പറയുന്ന എല്ലാവരും കഥകൾ അറിയുന്നത്. അവൻ്റെ ജ്വല്ലറിയിലാണ് നിൻ്റെ മകൻ മാനേജറായിട്ട് പോയതെന്നും. പിന്നെ അതൊക്കെ കേട്ടപ്പോൾ ജലജ മിണ്ടാട്ടം മുട്ടി നിന്നുപോയി. ഇവള് മോഡലായി നിൽക്കുന്നത് അവൻ്റെ സ്ഥാപനത്തിലാണെന്ന് പറയുമ്പോൾ നേരാണോടി? അപ്പോൾ എനിക്കൊന്നും അറിയില്ല, എന്നെ അങ്ങോട്ട് ക്ഷണിച്ചത് ആ ഡേവിഡ് സാറാണെന്ന് നവ്യ ജലജയോട് പറഞ്ഞു. പിന്നെ അല്ലാതെ ഈ പറയുന്ന ആളെ പറ്റിയൊന്നും ഞാനും അഭിയും കേട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ നവ്യ പറയുമ്പോൾ ജലജ കൊലി കയറി നിൽക്കുക കേട്ടോ. എന്നാലും അയാളാണോ അച്ഛാ നമ്മളെ തകർക്കാനായിട്ട് ഇവിടെ എത്തിയതെന്ന് ജലജ ചോദിക്കുമ്പം ഇവിടെ മാത്രമല്ല, ഗൾഫിലും അവൻ നമ്മളെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അച്ഛൻ ഇവരോട് എല്ലാവരോടും പറയുന്നു. അവന്തിക്കൊന്നൊരു ഒന്നും അല്ലാത്തൊരു കള്ളിയെപ്പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. അപ്പോൾ ഇവിടെ വെച്ച് AN ജ്വല്ലറിയുടെ പിറകിലേക്ക് നമ്മൾ ഒരുപാട് പോയതായിരുന്നു, ഭാഗ്യം കൊണ്ടാണ് എല്ലാം തിരിച്ചു പിടിച്ചതെന്നുള്ള കാര്യം അച്ഛൻ പറയുവാണ്. ആ ഭാഗ്യം കൊണ്ടുവന്നതേ എൻ്റെ മോന അനിയ എന്നൊക്കെ ഈ ജാനകി പറയുമ്പം അങ്ങനെയൊന്നും നീ പറയണ്ടെന്ന് പറഞ്ഞു ദേവയാനി. അനി MD ആയ ശേഷം കമ്പനിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ നേട്ടത്തിന് പിന്നിൽ ആദർശിൻ്റെയും നയനയുടെയൊക്കെ അധ്വാനം ഉണ്ടെന്ന് ദേവയാനി പറയുമ്പം അതേപ്പറ്റി ഇവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അനി കമ്പനിയുടെ MD ആയതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് അവനാണ് എന്ന് മുത്തശ്ശൻ അന്നേരം ദേവയാനിയോട് പറഞ്ഞു. ജാനകി അങ്ങ് നിന്ന് അങ്ങോട്ട് ചിരിച്ചങ്ങ് ഉല്ലസിക്കുവാണ് ഭയങ്കര സന്തോഷത്തോടെ. പഴയതിനൊക്കെ കണക്ക് ചോദിക്കാനാണ് നിന്റെ ഭർത്താവ് വന്നതെങ്കിൽ അന്ന് അവൻ ജീവനോടെയാണ് ഈ നാട്ടിൽ നിന്ന് പോയതെന്നും, പക്ഷേ ഇനി അനന്തപുരി തറവാട്ടുകാരോടും മൂർത്തി ജ്വല്ലറിയോടും ഏറ്റുമുട്ടാൻ നാഗത്തിൻ്റെ ജന്മമായ നാഗേന്ദ്രൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് മുത്തശ്ശൻ ഇവരുടെ മുന്നിൽ നിന്നങ്ങ് വിളിച്ചങ്ങ് പറഞ്ഞു. അവന്തികയോടും അല്ലെങ്കിൽ ജലജയോടും നിന്റെ മോനും മരുമോൾക്കും അവനുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്നും മുത്തശ്ശൻ പറയുക. അത് കേട്ടപ്പോൾ അവന്തിക പേടിച്ചു പോയിട്ടോ. വാടക ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം എല്ലാവരും അവരവരുടെ പാട് നോക്കി അങ്ങ് പോയി. ഈ സമയം നമ്മുടെ ജലജ നവ്യയും അവന്തികയും കൂടെ അവിടെ നിൽക്കുന്നിടത്തേക്ക് വന്നു. നവ്യയോട് നീ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? നാഗേന്ദ്രനെ നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കറിയില്ല ഈ നാഗങ്ങളെ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി. നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ അവന്തികയെ തന്നെ തുറച്ച് നോക്കുക. ജലജയുടെ നോട്ടം കണ്ടപ്പോൾ അവന്തികയും പേടിയായി. അപ്പോൾ അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ എന്ന് അവന്തിക മനസ്സിലിങ്ങനെ ആ സമയത്ത് ചിന്തിക്കുന്നു. ജലജ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനിയും ആദർശം പോകാൻ റെഡിയായി ഇവിടെ ഒരുങ്ങി നിൽക്കുക. നമ്മളവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആദർശേട്ടൻ്റെ മുത്തശ്ശനെ പറ്റി ഇപ്പം എന്താ തോന്നണേന്ന് നയനെ ചോദിക്കുമ്പോൾ എനിക്ക് മുത്തശ്ശനെ പറ്റി നല്ലത് മാത്രമേ എപ്പോഴും പറയാനുള്ളൂ, എന്നെ വെറുത്തപ്പോൾ പോലും എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല എന്നും ആദർശ പറയുക. മുത്തശ്ശനോടുള്ള ബഹുമാനവും കുറഞ്ഞിട്ടില്ല എന്ന്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു കാരണവരില്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പവും പല തറവാടുകളിലും കാണാനും ഉണ്ടെന്ന് പറഞ്ഞു. ആദർശേട്ടൻ്റെ തറവാട്ടിലെ ആണുങ്ങളുടെ ഒത്തൊരുമയാണ് ആ തറവാട്ടിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമെന്ന് പറഞ്ഞു നയന. അഭി ഒഴിച്ച് എന്തൊരു പ്രശ്നം വന്നാലും ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ അവിടെയുള്ളവർ, അത് മുത്തശ്ശനിൽ നിന്ന് കിട്ടിയ ശീലമാണെന്ന് ആദർശ് പറയുവാണ്. കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് മുത്തശ്ശൻ ഞങ്ങൾക്കും കൊച്ചുമക്കൾക്കും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ആണുങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കുന്നത് ഒരു കുറച്ചിലായി തോന്നുമ്പോഴാണ് വീട്ടിനകത്ത് ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് നയനയും ആദർശവും കൂടെ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവരുടെ മുന്നിലേക്ക് അവർ എലിസബത്ത് ചേച്ചിയും ആ ചേട്ടനും വന്നു. അപ്പോൾ രണ്ടാൾക്കും വിഷമമായോ എന്ന് ചോദിക്കുക ആദർശേ. അത് പിന്നെ പ്രസവം വരെ മോളെ നോക്കാമെന്ന് പറഞ്ഞല്ലേ ഞാൻ വന്നതെന്ന് എലിസബത്ത് ചേച്ചി ചോദിക്കാം. അപ്പോൾ അതിനിപ്പോൾ എന്താ ആൻറ്റി, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു.
പിന്നെ ദാമേട്ടനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എപ്പോഴാണെങ്കിലും വരാമല്ലോ എന്നും പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. പ്രസവം കഴിഞ്ഞാലും ആൻറ്റിയുടെ സഹായം എനിക്ക് ആവശ്യമാണെന്ന് നയനി അന്നേരം പറഞ്ഞു കേട്ടോ. 7-ാം മാസം കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകുമോ മോളേന്ന് ചോദിച്ചപ്പം അപ്പോൾ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് നയനി അന്നേരം പറഞ്ഞു. ഞങ്ങളെന്നാൽ ഇറങ്ങുകയാണേ, കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണമെന്നും പിന്നെ മുത്തശ്ശൻ നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങൾ തരാനായിരിക്കും എന്ന് പറയുമ്പം അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സാറേ എന്ന് ദാമേട്ടൻ അന്നേരം പറഞ്ഞു. മൂർത്തി സാറിൻ്റെ സ്നേഹവും കരുതലൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ആൻറ്റി എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു കേട്ടോ ഒരു ചേച്ചി. ശരീരമൊക്കെ നോക്കണേ മോളെ, ശ്രദ്ധിക്കണേ, ഭക്ഷണം കഴിക്കുന്നതിൽ മുടക്കമൊന്നും വരുത്തരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ പറഞ്ഞു കൊടുത്തു. അവിടെ നോക്കാൻ ഒരുപാട് പേരുണ്ടെന്നും എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മോള് പലപ്പോഴും സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി. ഈ സമയത്ത് ജലജ അവിടെ ആകെ ടെൻഷനായിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് അഭി അമ്മ വന്നോന്നും ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ആയിരുന്നു. വരികയും ചെയ്തു, കേൾക്കേണ്ടതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തടാ. ജ്വല്ലറിയുടെ യഥാർത്ഥ MD ആരാടാന്ന് ചോദിക്കുമ്പം അത് പിന്നെ അതേപ്പറ്റി ഞാനും ഇപ്പോഴും അമ്മ അറിയുന്നതെന്ന് അഭി പറയൂ കേട്ടോ. ഡേവിഡ് സാറാണ് ഇപ്പോഴും MD അയാളാണെങ്കിലും നിന്നെ അവിടെ മാനേജറാക്കിയത് അയാളല്ലേ നാഗേന്ദ്രൻ എന്ന് ജലജ ചോദിക്കുക. അതുകൊണ്ട് നീ ഇപ്പം ആ ജോലി റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു 6-7 മാസം കൂടി അഗ്രിമെൻ്റ് കാലാവധി ഉണ്ടമ്മേ, അത് അവസാനിക്കുന്നതിന് മുന്നേ റിസൈൻ ചെയ്താലുണ്ടല്ലോ അവർക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് അഭി ജലജയോട് പറയുക. നീ ആളെ കണ്ടിരുന്നോ ആ നാഗേന്ദ്രനെ? ഇല്ലമ്മേ, അയാളാണ് ആ ജ്വല്ലറിയുടെ മുതലാളിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഡേവിഡ് സാറിനോട് പോലും വെറുപ്പാണെന്ന് അഭി. അയാളുണ്ടല്ലോ ആ നാഗേന്ദ്രൻ, അയാൾ അരികിലേക്ക് വന്നാൽ മുഖം തിരിച്ച് പോയിക്കൊള്ളണം കേട്ടോ, ഒരു കാരണവശാലും അയാളുമായിട്ടൊരു അക്ഷരം പോലും സംസാരിച്ചേക്കരുത്, അത്രയ്ക്ക് വിഷമാണ് അയാളെന്ന് ജലജ അന്നേരം പറഞ്ഞു. അയാളെ നീ കണ്ടില്ല എന്ന് പറഞ്ഞ സത്യം തന്നെ അല്ലേടാന്ന് ചോദിച്ചപ്പം അതെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അമ്മേ, സത്യമാ, എൻ്റെ മക്കളെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ മാനേജറാക്കിയതെന്ന് ജലജ അന്നേരം പറഞ്ഞു. പിന്നെ അവളോട് ഇനി ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകരുതെന്ന് പറയണം നിൻ്റെ ഭാര്യയോട്, അതെല്ലാം അമ്മ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കത്തില്ലമ്മയെന്ന് അഭി അന്നേരം പറഞ്ഞു. പിന്നെ എന്ന് വെച്ചാൽ ആദ്യം അവിടെ പോയത് അവളല്ലേ, അവളുടെ കെയർ ഓഫിലല്ലേ ഞാൻ അവിടെ പോയത്, എന്നാൽ പിന്നെ ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കലി കയറി അങ്ങ് പോകുന്നു. അഭിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. നവ്യ റൂമിൽ നിൽക്കുന്നു. നവ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് ചെന്നു. ഓ, നീ നിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമായിരിക്കും അല്ലേ, ഞാനൊരു മോഡലല്ലേ അമ്മേ, അപ്പോൾ സൗന്ദര്യം നിലനിർത്തണ്ടേ എന്ന് നവ്യ ചോദിച്ചു. നീ സൗന്ദര്യമൊക്കെ കാത്തു സൂക്ഷിച്ചോ, പക്ഷേ ഇനി നീ മോഡലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജ്വല്ലറിയുടെ മോഡലായിട്ട് പോയാൽ മതിയെന്ന് ജലജ, അല്ലാതെ ജ്വല്ലറിക്ക് വേണ്ടി ഒരു സേവനവും നീ ചെയ്യണ്ടെന്നും പറഞ്ഞു. ഞാനാകെ തകർന്നിരുന്ന സമയത്തെ എന്നെ സഹായിച്ചത് ജ്വല്ലറിക്കാരാണെന്ന് നവ്യ പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ഞാൻ അവിടെ പോകുമെന്നും നവ്യ പറയുകയാണ്. ഇന്നലെ വരെ നീ അവിടെ പോകുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നല്ലോ, പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് നീ അവിടെ പോകണ്ടെന്ന് ഞാൻ പറയുന്നത് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. നവ്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ദുഷ്ടനായാണ് അയാൾ, ആ നാഗേന്ദ്രൻ. ഈ നാഗേന്ദ്രനെ ഒന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, പിന്നെന്തിനാ അയാളെപ്പറ്റി ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്ന് നവ്യ ചോദിക്കുക. എന്നെ അവിടെ മോഡലാക്കിയത് ഡേവിഡ് സാറാണെന്ന് പറയുമ്പോൾ ഒരിക്കലും അല്ല, നിന്നെ അവിടെ മോഡലാക്കിയതിൻ്റെ പിന്നിൽ അയാൾ തന്നെയാണ് ആ നാഗേന്ദ്രൻ, അയാളുടെ കളികളാണതെല്ലാമെന്നും ജലജ പറയണു. അഭി ആ ജ്വല്ലറിയുടെ മാനേജറാക്കിയതേ നിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടൊന്നുമല്ല, അതിനു പിന്നിലും അയാളുടെ ബുദ്ധി തന്നെയാണെന്ന് പറയുമ്പം അഭിയും ഞാനും ഒന്നും ഇന്ന് വരെ അങ്ങനെ ഒരു അവതാരത്തെ കണ്ടിട്ടില്ല എന്നും അതുകൊണ്ട് അമ്മ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും നവ്യ പറഞ്ഞു. അപ്പോൾ നീ പോവല്ലേ? പോകും, ആര് തടഞ്ഞാലും പോകും, നീ വീട്ടിലെ കാരണവർ തടഞ്ഞാലും ഞാൻ പോകുമെന്നും പറഞ്ഞ് നവ്യ നിൽക്കുമ്പം നീ നോക്കിക്കോടി, ചതിയും വഞ്ചനയും ജന്മനാ കിട്ടിയ ഒരുത്തനാണ് ആ നാഗേന്ദ്രൻ, അതിൻ്റെ ഫലം നീ അനുഭവിക്കുമെന്ന് പറയുമ്പം ആയിക്കോട്ടെ, എന്തായാലും ദൈവം തന്ന ജോലി ഞാനായിട്ട് തട്ടിത്തെറിപ്പിക്കാൻ പോകില്ല എന്ന് നവ്യ ജലജ വെല്ലുവിളിച്ചു. ഇതിനോടകം തന്നെ ഇഷ്ടം പോലെ പൈസ അവരെനിക്ക് തന്നു കഴിഞ്ഞെന്നും പിന്നെ അവരുമായിട്ടൊരു കരാറുണ്ട് അടുത്ത 1 വർഷത്തേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിക്കാമെന്നും പറഞ്ഞു. എടി, ആ പൈസ കൊണ്ട് നീ എവിടെ എത്താൻ പോകുന്നില്ല എന്ന് ജലജ നവ്യോട് പറയാം. എൻ്റെ വാക്ക് കേൾക്കാതെ നീ ജ്വല്ലറിയിലേക്ക് പോയാലേ അത് നിൻ്റെ ഭാവി ഇല്ലാണ്ടാക്കുമെന്ന് നവ്യോട് പറയാം ജലജ. കരുതി ഇരുന്നോ നീ എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. നവ്യ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഭാവി ഇല്ലാതാക്കിയത് നിങ്ങളുടെ മോനാ, എന്നെ എൻ്റെ കുഞ്ഞിനെയും ജീവനോടെ ദഹിപ്പിച്ചതും അവനാ,
അങ്ങനെ ഞാൻ വെറുതെ വീട്ടിലെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അതും ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.